നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറും 1/2 കിലോ തക്കാളി വെച്ച് ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. കുറച്ച് കുരുമുളക്, പച്ചക്കുരുമുളകാണ്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ച് 6 മാസം വരെ കേടാകാതെ ഇരിക്കുന്ന ഒരു ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ റെസിപ്പി അല്ലെങ്കിൽ ടൊമാറ്റോ പിക്കിൾ. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 കിലോ ടൊമാറ്റോ ഇതുപോലെ അരിഞ്ഞെടുത്തത്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, കുറച്ച് പച്ചക്കുരുമുളക്, ഇത്രയുമാണ് വേണ്ടത്. ഇത് വഴറ്റിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ്. വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഫ്രൈങ് പാനിൽ വഴറ്റിയത്, അല്ലെങ്കിൽ നേരിട്ട് വഴറ്റിയാൽ മതി. ഇനി ഇത്രയും വഴന്ന ഇൻഗ്രീഡിയൻസ് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടച്ച് പ്രഷർ കുക്കറിൽ 2 വിസിൽ, മീഡിയം ഹീറ്റിൽ 2 വിസിൽ അടുപ്പിക്കണം. വെള്ളം ചേർക്കരുത്, കാരണം ഇത് ഇരിക്കേണ്ടതാണ്. വെള്ളമയം ഒട്ടും കാണരുത്. ഈവൻ നമ്മൾ തക്കാളി എടുക്കുമ്പോഴും വെള്ളമയം പൂർണ്ണമായും തുടച്ചു കളയണം. ഇതിനെ കറിവേപ്പിലയിൽ കടു വറുക്കുമ്പോഴും അതിലെ വെള്ളമയം പൂർണ്ണമായിട്ടും കളയണം. ഇതിപ്പം വെയിറ്റ് ഇട്ടു. 2 വിസിൽ കറക്റ്റ് അടിച്ചു കഴിയുമ്പം ഇത് ഓഫ് ചെയ്ത് വെക്കാം. അന്നേരത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് ഈ തക്കാളിയും പിന്നെ അതിലിട്ടിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും പുളിയും എല്ലാം നല്ലതായിട്ട് വെന്ത് വരും. അത് പൂർണ്ണമായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴും ഇതിൽ തരി പോലും വെള്ളം ചേർക്കത്തില്ല. പ്രഷർ കുക്കർ തണുത്ത് വരട്ടെ. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഇല്ലാത്തൊരു സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് പൂർണ്ണമായിട്ട് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക. അത് ഒന്ന് കളർ മാറി വരണം. തീ ഏറ്റവും ലോ ഹീറ്റിലേക്ക് ആക്കുക. ഇത് കളർ മാറി വരുമ്പോഴേക്കും ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇതിലേക്കിടുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്കിടുക. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ കംപ്ലീറ്റ് ഓഫ് ചെയ്യാം. കാരണം ഇത് ഈ ഫ്രൈങ് പാൻ നന്നായിട്ട് ചൂട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറ് വരും. ഇത് വീണ്ടും ഒരു 1 മിനിറ്റോളം ആ ചെറു ചൂടിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റിന് പോലും ഉപ്പ് ചേർത്തിട്ടില്ല. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് വീണ്ടും തീ ലോ ഹീറ്റിലേക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ മിശ്രിതം ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുഴുവനായിട്ടും ഇതിലുള്ള വെള്ളമയം മുഴുവൻ പറ്റി വരണം. അതുവരെ നമ്മൾ ഇളക്കി നന്നായിട്ട് കുറുകി വരണം. ഒരു 10 മിനിറ്റോളം ഇളക്കേണ്ടി വരും. കാരണം വെള്ളമയം ഇതിലുണ്ടെങ്കിൽ ഇത് ഇരിക്കത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 6 മാസത്തോളം നമ്മൾക്ക് പുറത്ത് കേടാകാതെ ഇരിക്കുന്ന ഒരു ചട്നിയാണിത്. ഇഡലിക്ക്, പിന്നെ ദോശയ്ക്ക്, ചോറിന്, ബാർബിക്യൂ എല്ലാത്തിനുമുള്ള ഒരു എക്സലൻറ്റ് സൈഡ് ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോയിൽ ഒന്നാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.